ശ്ലോകം 2. ത്വദ്വാഹം തം സക്ഷുതം തൃക്ഷസൂനും. ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ വാഹനമായ, വാഹം വഹിക്കുന്നവൻ, വാഹനം, അങ്ങയുടെ വാഹനമായ തം തൃക്ഷസൂനും. തൃക്ഷൻ കശ്യപൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ താർക്ഷ്യൻ. തൃക്ഷസൂനുവാണ് താർക്ഷ്യൻ. കശ്യപൻ്റെ പുത്രനായിരിക്കുന്ന ആ ഗരുഡൻ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണു. എങ്ങനെയുണ്ട്? സക്ഷുതം, എന്തൊന്നില്ലാത്ത വിശപ്പുണ്ട്. എന്താണ്? മഹർഷിയെ നോക്കുന്നില്ല, നോക്കുന്നത് വെള്ളത്തിലുള്ള മത്സ്യങ്ങളെയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അതിലൊന്ന് പിടിക്കണം എന്നുള്ളതായ ആഗ്രഹത്തോടു കൂടി. അങ്ങനെയാണ് നമ്മളെല്ലാവരും. എത്രത്തോളം വിഷയങ്ങൾ നേടാൻ സാധിക്കുമോ അതിനു വേണ്ടി ഉള്ളതായ ശ്രമമാണ്. വിഷയങ്ങളിൽ നിന്ന് വിട്ടുമാറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷേ 99% പേരും അത് ചെയ്യാറില്ല. വിഷയങ്ങൾ എത്രത്തോളം നേടാമോ, വാരിക്കോരി കൂട്ടാമോ അതിനു വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കണം. വിഷയങ്ങൾ വേണ്ട എന്നല്ല, ആവശ്യത്തിന് വിഷയങ്ങൾ വേണം. പക്ഷേ അത് അധികമാവരുത്, അതിൽ തന്നെ മനസ്സ് വരരുത്. ഭഗവാനെ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇവിടെ ഈ ഗരുഡൻ സക്ഷുതം, ക്ഷുത് വിശപ്പ്, എന്തെന്നില്ലാത്ത വിശപ്പോടുകൂടി മീനം കഞ്ചിത് ജക്ഷതം ലക്ഷയൻ സഹ. കഞ്ചിത് മീനം, ഒരു മീനിനെ, വലിയ മീൻ നോക്കി പിടിച്ചുവൻ. അതാണ് വലിയ മീൻ. സമ്മതൻ എന്നാണ് ആ മീനിൻ്റെ പേര്. ആ മീനുകളുടെ രാജാവാണ്. ആ രാജാവായിരിക്കുന്ന സമ്മതനെ കയറി പിടിച്ചു, ജക്ഷതം തിന്നാൻ തുടങ്ങി. മീനം കഞ്ചിത് മീനം, ഒരു മീനിനെ ജക്ഷതം ലക്ഷയൻ, തിന്നുന്നതായിട്ട് കണ്ടു, ദർശിച്ചു. സഹ, ആ മഹർഷി സൗഭരിയാണ്, ഓർമ്മ വേണം. പല ആൾക്കാരും വായിക്കുമ്പോൾ സൗരഭി എന്ന് വായിക്കും. ചാവാക്കാണ് നമുക്ക് അധികം എളുപ്പം. സൗരഭി അല്ല, സൗഭരിയാണ്, സൗഭരി. തപ്തശ്ചിത്തേ ശബ്ദവാൻ. ചിത്തം മനസ്സ്, മനസ്സ് ചൂടായി, തപ്തം, ദുഃഖിച്ചു. എന്നാലും നമ്മളെപ്പോലുള്ള ഒരു ജീവിയില്ലേ അത്, അതിന് ഇങ്ങനെ കൊല്ലാൻ പാടൂ? അതോ പിച്ചി മുഴുവൻ തിന്നുകയും കൂടിയാണ്. തപ്തശ്ചിത്തേ, എന്തെന്നില്ലാത്തതായ ദുഃഖത്തോടു കൂടി ഈ വിധത്തിൽ നീ പ്രാണികളെയെല്ലാം ഹിംസിക്കുകയല്ലേ. വേദം പറയുന്നതാണ്, ഹിംസാം കുര്യാത്. ഒന്നിനെയും കൊല്ലാൻ പാടില്ല, ഒന്നിനെയും കൊല്ലാൻ നമുക്ക് അധികാരമില്ല. കൊതുക് വന്നിരിക്കണു, കൊല്ലാൻ അധികാരമില്ല. കടി കൊള്ളാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഊതിക്കളയാം. അടിക്കാൻ പാടില്ല. ബോധാനന്ദ കേന്ദ്രത്തിലെ ഒരു സ്വാമിയുണ്ട്. ആ സ്വാമി PTP നഗറിൽ ക്ലാസ് എടുക്കാൻ വരും. അപ്പോൾ മാസത്തിലൊരു സത്സംഗമുണ്ട് ഞങ്ങൾക്കവിടെ. അങ്ങനെ ഒരിക്കൽ സത്സംഗം നടക്കുകയാണ്. ഓരോ വീടുകളിലാണ്. എൻ്റെ അടുത്തുള്ളൊരു വീട്ടിലാണ് ഞാൻ പോയി. അപ്പോൾ വിഷ്ണുനാരായണൻ നമ്പൂതിരിയാണ് സത്സംഗം പറയുന്നത്. നമ്മുടെ ഈ സ്വാമി പ്രബുദ്ധാനന്ദാണ്, പ്രബുദ്ധ ചൈതന്യ എന്നാണ് പേര്. ഇപ്പം അധ്യാത്മാനന്ദ. അദ്ദേഹം മുമ്പിലിരിക്കണം, ഞാൻ അദ്ദേഹത്തിന് പിന്നാകർത്തിരിക്കണം. സമയം 6 മണി. PTP നഗറിൽ കൊതു മുഴുവൻ ഇറങ്ങുന്നത് 6 മണിക്കാണ്. കൊതുവാണ്. ഇതിന് പറയണു, ഇദ്ദേഹത്തിൻ്റെ കഴുത്ത് തുറന്ന കഴുത്താണ്. ഇവിടെ ഒരു 10 കൊതു വന്നിരിക്കുന്നുണ്ട്. ഒരതിശയോക്തി ഇല്ലാണ്ടാണ് ഞാൻ പറഞ്ഞത്. 10 കൊതു അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. 10 അങ്ങനെ ഇരിക്കുന്നു, ഇത് അനങ്ങളില്ല, അനങ്ങാതെ ഇരിക്കുന്നു. അപ്പം ഞാൻ പുസ്തകം എടുത്തിട്ട് എന്ത് ചെയ്തു, ഒന്ന് തിരിഞ്ഞു നോക്കി, ചിരിച്ചു. കുറച്ച് കുടിച്ചോട്ടെ. ആർക്കെങ്ങനെ പറയാൻ സാധിക്കുക? നമ്മളെ കുടിക്കാൻ പറയൊന്നും വേണ്ട. കടി കൊള്ളാമെങ്കിൽ ഊതിക്കളയും. കൊല്ലാൻ നമുക്ക്
അധികാരമില്ല. ഒരു ജീവിയെയും കൊല്ലാൻ അധികാരമില്ല. ഉറുമ്പുകളെ പോലും നമ്മൾ കൊല്ലാൻ പാടില്ല. അതാണ് ജഡഭരതൻ രഘുഗണൻ്റെ പല്ലൊക്കെ എടുത്ത് നടക്കുന്ന സമയത്ത് ഓരോ എന്തെങ്കിലും ഉണ്ടോ നോക്കും, വല്ല ചാതിയുണ്ടോ ഉറുമ്പുണ്ടോ, അങ്ങനെ തത്തക പിത്തക നടന്നു. അപ്പോഴാണ് പല്ലക്ക് ഇളകിപ്പോയത്. ഒന്നിനെയും കൊല്ലാൻ നമുക്ക് അധികാരമില്ല. പക്ഷെ ഇവനോ ഭക്ഷിക്കുന്നു. മീനം കഞ്ചിദ്യക്ഷതം ലക്ഷയൻ, ഒരു മീനെ അങ്ങനെ തിന്നണു. ആ മീന് അവിടുത്തെ മീനുകളുടെ രാജാവാണ്, സമതൻ എന്ന് പേരാണ്. അപ്പോൾ ഗരുഡനെ ശപിക്കുകയാണ്. ശപ്തവാൻ, ശപിച്ചു. എന്താണ്? അത്ര ചേത്വം ജന്തൂൻ ഭോക്ത, എടാ ഇനി നീ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ജന്തുവിനെ പിടിച്ച് ഭുജിച്ചാലുണ്ടല്ലോ ജീവിതം ചാവിമോക്ത, നിൻ്റെ ജീവനും പോകും, നിൻ്റെ ജീവൻ പൊട്ടിത്തെറിക്കും, ശാപമാണ് എന്ന് മഹർഷി ശപിക്കുകയുണ്ടായി. അവിടെ സൗഭരിയുടെ കഥ അവസാനിക്കുകയാണ്. പിന്നെ ഒന്നും പറയുന്നില്ല. അപ്പോൾ സൗഭരി ആരാണ് എന്നുള്ളത് നമുക്ക് നോക്കണം. മഹർഷിമാരാണ്. അതുകൊണ്ട് അവരുടെ പൂർവ്വജന്മത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർ മഹർഷിയായി, ശ്രേഷ്ഠനായൊരു മഹർഷിയാണ്, വളരെ ശ്രേഷ്ഠനായൊരു മഹർഷിയാണ്. അദ്ദേഹം ഇങ്ങനെ ഭഗവാൻ സേവനത്തിന് വേണ്ടി, ഭഗവാനെ ഭജിക്കാൻ വേണ്ടി ത്വൽസേവൽക്ക തുടങ്ങി പറഞ്ഞു. അങ്ങനെ എപ്പോഴും നടക്കുന്ന ആളാണ്. എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിനെ അറിയാം. അദ്ദേഹമാണ് ഈ വിധത്തിൽ ഈ മീനുകളുടെ ഭോഗലീല കണ്ടിട്ട് അതിൽ തൽപരനായി മനസ്സിൽ എന്ത് തോന്നി? ഒരു കല്യാണം കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ആരെ കഴിക്കേണ്ടത്? നല്ല ആളെ തന്നെ ആയിക്കോട്ടെ, നല്ല കുട്ടി ആയിക്കോട്ടെ, അവിടുത്തെ രാജാവിൻ്റെ മകളെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് രാജാവിൻ്റെ അടുത്ത് പോയി. രാജാവ് മാന്ധാതാവ് എന്ന് പറയും. മാന്ധാതാവ് ശ്രീരാമചന്ദ്രൻ്റെ വംശം തന്നെയാണ്. സൂര്യവംശത്തിലെ മാന്ധാതാവിൻ്റെ അടുത്ത് പോയി. ആ മാന്ധാതാവിന് 3 പുത്രന്മാരും 50 പുത്രികളുമാണ് ഉള്ളത്. പുത്രന്മാരിൽ 1-2 പേരെ നമുക്ക് നല്ലവണ്ണം അറിയാം. പുരുകുൽസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾ അത്ര കേൾക്കാറില്ല. പുരുകുൽസൻ, പിന്നെ മുജുകുന്ദൻ, അംബരീഷൻ. ഇവർ 3 പേരും മക്കളാണ്, അദ്ദേഹത്തിൻ്റെ മക്കളാണ്, മാന്ധാതാവിൻ്റെ മക്കൾ. പിന്നെ ഉള്ളത് 50 പുത്രിമാരാണ്. 50 പുത്രിമാരുടെ വിവാഹം നടന്നിട്ടില്ല. അപ്പോൾ രാജാവിനെ പോയി കണ്ടു, വണങ്ങി. രാജാവ് ശ്രേഷ്ഠമായ ആസനം കൊടുത്തിരുത്തി. പറയൂ മഹർഷി, എന്താ ഇങ്ങനെ വരാൻ കാരണം? അല്ല, അങ്ങക്ക് 50 പുത്രിമാരിൽ ഒരു പുത്രി എനിക്ക് തന്നൂടെ, ഒരു പുത്രി എനിക്ക് തന്നൂടെ? രാജാവ് ആലോചിച്ചു. ഈ 12 കൊല്ലം അവിടെ ഇരുന്നതിൽ ദേഹം മുഴുവൻ എന്താ പറയേണ്ടത്, ഒരു തരം അഴുക്ക് പറ്റിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആൾക്ക് ഞാൻ എങ്ങനെ എൻ്റെ മകളെ കൊടുക്കുക? പക്ഷെ തരില്ല എന്ന് പറഞ്ഞാലോ അപ്പം ശവിച്ചു എന്ന് വരും. സൂത്രം പ്രയോഗിച്ചു. അയ്യോ അതിനെന്താ, ഒരു വിരോധമില്ല, അന്തപ്പുറത്തേക്ക് കടന്നോളൂ, ഏത് കുട്ടിയാണ് അങ്ങേക്കിഷ്ടം ആ കുട്ടിയെ കല്യാണം കഴിച്ചോളൂ പറഞ്ഞു. രാജാവിൻ്റെ സൂത്രം മഹർഷിക്ക് മനസ്സിലായി. മഹർഷി തൻ്റെ യോഗശക്തി കൊണ്ട് അതിസുന്ദരനായി, ചെറുപ്പക്കാരനായി അന്തപ്പുരത്തിലേക്ക് കടന്നു. എന്തിനാണ് വന്നതെന്നുള്ളത് അപ്പോഴേക്ക് ദാസിമാർ പറഞ്ഞിട്ട് മക്കളെല്ലാവരും അറിഞ്ഞു. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണു, എല്ലാവരും എന്നെ കല്യാണം കഴിക്കണമെന്നായി. അങ്ങനെ 50 പുത്രിമാരെയും സൗഭരി മഹർഷിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. 100 വർഷം അവരെ കൂടിയിരുന്നു. ഓരോരുത്തരിലും 100 പുത്രന്മാരുണ്ടായി. പിന്നെ മനസ്സിലായി ഇത് പറ്റില്ല, ഭഗവാനെ സ്മരിക്കാൻ സമയം കിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും തപസ്സിനായിട്ട് പോയി.
അതാണ് സൗഭരി മഹർഷിയുടെ കഥ.